ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ബുക്ക്. അപ്പോൾ ട്രാവൽ ബുക്കിൻ്റെ പുതിയ വീഡിയോ ആണ്. ബാക്കിലത്തെ തെങ്ങൊക്കെ കാണുമ്പോഴത്തേക്ക് ഏതാണ്ട് ആളുകൾക്കൊക്കെ സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കോവളം ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ബീച്ചായ കോവളം ബീച്ചിലോട്ട് വന്നിട്ടുള്ളതാണ്. ഉച്ചയ്ക്ക് ഒരു 12 മണിയാവാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും കോവളത്തിൽ മെയിനായിട്ട് 4 ബീച്ചുകളാണുള്ളത്. സമുദ്ര ബീച്ച്, ഗ്രോ ബീച്ച്, ഹവ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച്. അങ്ങനെ 4 ബീച്ചുകളാണ് ഇവിടെ കോവളത്തുള്ളത്. നേരെ പോയിട്ട് വീഡിയോ ഒക്കെ കാണാം. ആ കോളം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. വർക്കിംഗ് ഡേ ആണ്, അങ്ങനെ അധികം ആളുകളില്ല. പക്ഷേ അത്യാവശ്യം ഫോറിൻ ടൂറിസ്റ്റ് ഒക്കെ ഉള്ള സമയമാണ്. നമുക്ക് എന്തായാലും പോയിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണാം. 12:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഹൗസ് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ എത്തണം എന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും പോയിട്ട് ബാക്കി വീഡിയോസ് കാണാം. ഇതാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുത്ത സ്ഥലം. ഇതിപ്പോൾ ഗ്രോ ബീച്ചും ഇതാണ് നമ്മുടെ ഗ്രോ ബീച്ച്. ആ പുറകെ കാണുന്ന ലീല, ഇത് സമുദ്ര ബീച്ച്. ഇതിന് പുറകെ ഈ പാറക്കെട്ടിന് പുറകിലുള്ളത് KTDC സമുദ്ര ബീച്ച് റിസോർട്ടാണ് അവിടെ ഉള്ളത്. ഇത് അവരുടേതായിട്ടുള്ള ബീച്ചാണ്. പ്രൈവറ്റ് ആണെന്നും പറയാം, പബ്ലിക് ആണെന്നും പറയാം. പക്ഷെ ഞാനും പോയിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ പബ്ലിക് ആയിരിക്കും. ഒരുപാടധികം ടൂറിസ്റ്റൊക്കെ ഉള്ള സമയമാണ്. സീസണാണ്. സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലധികം ഫോറിൻ ടൂറിസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ബീച്ചിനടുത്ത് ആ ബീച്ചിലോട്ട് പോകുന്നില്ല. ഇത് നമ്മുടെ ഗ്രോ ബീച്ച്. ഇവിടെ നമുക്ക് പിന്നെ പബ്ലിക്കാണ്, എല്ലാവർക്കും പോകാൻ പറ്റുന്നൊരു ബീച്ചാണ്. നമുക്ക് ഈ ബീച്ചും കണ്ടിട്ട് അടുത്ത വണ്ടി എടുത്ത് ഹവ ബീച്ചിൽ പോകണം. ഹവ ബീച്ചിൽ നിന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് പോകണം. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അധികം തിരയൊന്നും ഇല്ലാത്ത സമയമാണ്. പിന്നെ പകലും കൂടെയാണ്, രാവിലെ സമയമായതുകൊണ്ട് തിര അധികം കുറവാണ്. ഇല്ലെങ്കിൽ സീസൺ ഇല്ലാത്ത സമയമാണെങ്കിൽ വെള്ളം ഇങ്ങനെ കര സൈഡിലോട്ടൊക്കെ വരുന്ന ഒരു ബീച്ചാണിത്. പക്ഷേ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് വലിയ തിരയൊന്നുമില്ല. അത്യാവശ്യം ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും കുറച്ച് ഇന്ത്യൻസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസൊക്കെ ആയിട്ട്. ഇപ്പുറത്തെ സൈഡിൽ സമുദ്ര ബീച്ചിൽ അവിടെ സമുദ്രയുടെ ഗസ്റ്റുകളായിട്ടുള്ള ഫോറിൻ ടൂറിസ്റ്റാണ്. ഈ സ്ഥലം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിറയെ തെങ്ങുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ 2 ബീച്ചിനും ഇടയ്ക്കുള്ള സ്ഥലം. പൊതുവെ ഞങ്ങൾ ഇവിടെ പള്ളിയുള്ള ബീച്ചെന്നാണ് പറയാറ്. ഗ്രോ ബീച്ചെന്ന് ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ ലൈഫ് ഗാർഡ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ലൈഫ് ഗാർഡ് ചേട്ടനാ പറഞ്ഞത് ഇത് ഗ്രോ ബീച്ചാണെന്ന്. സമുദ്ര ബീച്ച് ഇതാണെന്ന് അറിയാം, പക്ഷേ ഈ ബീച്ചിൻ്റെ പേര് ഗ്രോ ബീച്ചാണെന്ന്. ലീലയ്ക്ക് മുന്നിലുള്ള ബീച്ച് ഗ്രോ ബീച്ചാണെന്ന് അറിയുന്നത് ലാസ്റ്റ് ടൈം വന്നിട്ട് ഇവിടെ ലൈഫ് ഗാർഡ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടനാ പറഞ്ഞത്. ഏതാണ്ട് ആ ഭാഗത്തു നിന്ന് എൻട്രോ എടുത്തത്, കല്ല് കെട്ടിക്കുന്ന ഭാഗത്തു നിന്നാണ് ഞാൻ എൻട്രോ എടുത്തത്. ഇത് സമുദ്ര ബീച്ച് റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. KTDCയിലാണ് സമുദ്ര ബീച്ച് റിസോർട്ട്. ഇത് സമുദ്ര ബീച്ചാണ്. നമുക്ക് അവിടെ ഫോറിനേഴ്സ് ഉള്ളതുകൊണ്ട് അധികം അങ്ങോട്ട് ക്യാമറ വയ്ക്കണ്ട. അവിടെ ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ നോക്കാം. ഈ സമുദ്ര ബീച്ചും ഗ്രോ ബീച്ചും തമ്മിൽ തിരിക്കുന്ന പാറക്കെട്ടുകളാണ് മുമ്പിൽ. പാറക്കെട്ടിൽ കയറാൻ പാടില്ല എന്നൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. 2 പ്രാവ് ഇവിടെ പോകുന്നുണ്ട് ഈ ദൂരത്ത്. ഇതിനകത്ത് ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. മുന്നെയൊക്കെ ഈ പാറക്കെട്ടിൽ പോവായിരുന്നു, ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പാറക്കെട്ടിൽ കയറാൻ പാടില്ല, നിരോധിച്ചിരിക്കുകയാണ്. ഇതാണ് ഗ്രോ ബീച്ചിലുള്ള മോസ്ക്. ഗ്രോ ബീച്ച് ഇവിടെ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ കർവായിട്ട് വരുന്നതുകൊണ്ടാണ് ഇവിടെ കോവളം അധികം തിരകളൊന്നും ഇല്ലാത്തത്. ഇവിടെയും ഒരു പാറക്കെട്ടുണ്ട്, അവിടെയും ഒരു പാറക്കെട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യു ഷേപ്പാണ് കോവളത്തിൻ്റെ എല്ലാ ബീച്ചുകളും. അതുകൊണ്ട് തന്നെയാണ് അധികം തിരയൊന്നും ഇല്ലാത്തതും അധികം ആഴം, ഈ ഭാഗത്ത് ആഴം കുറവും. കുറച്ച് വിഴിഞ്ഞം സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അധികം ആഴം ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഈ പാറക്കെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആഴമില്ലാത്ത സ്ഥലമാണ്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ പോയിട്ട്, നല്ല വെയിലുണ്ട്, ഗ്രോ ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം. എന്നിട്ട് ബാക്കി ബീച്ചിലോട്ട് പോവാം. വെയിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്ക്രീനിൽ അങ്ങനെ അധികം കാണാനും പറ്റുന്നില്ല. അത്യാവശ്യം കുറച്ച് ആൾക്കാരുള്ളൂ. വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈവനിങ് ടൈം ആണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടാവും. സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ അധികം ആളുകളില്ല.
അതുമല്ല സീസൺ ടൈമിൽ മാത്രമേ നമുക്ക് ഇവിടെ കുളിക്കാനുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരയൊക്കെ ആയിരിക്കും, ആളുകൾ എടുത്തിട്ട് പോകുന്ന ടൈപ്പ് തിരയായിരിക്കും. ഇപ്പോൾ അങ്ങനെ ഒരു സീനില്ല, വളരെ ചെറിയ തിരയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെ കുഞ്ഞു തിരകൾ മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഈ വെയിൽ കൂടുതലാണെങ്കിലും ഈ ടൈം ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ സമയം ചൂസ് ചെയ്തത്. കുറച്ച് വെയിൽ കൊള്ളണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കുന്നത് നൈസായിട്ട് എടുക്കാൻ പറ്റും. സ്കൂബ ഡൈവിങ് ആണ് അവിടെ ഈ കാണുന്നത്. സ്കൂബ ഡൈവ് ചെയ്യുന്നതാണ്. ഇവിടെയും കാണാൻ പറ്റും സ്കൂബ ഡൈവ്. നമുക്കിപ്പോൾ ഈ ഗ്രോ ബീച്ചിൽ നിന്ന് പെട്ടെന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിൽ പോയാൽ നമുക്ക് ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് ഇപ്പോൾ കയറാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ 2 മണി കഴിഞ്ഞിട്ട് ലൈറ്റ് ഹൗസ് തുറക്കത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ റോഡാണ്, നമ്മൾ വന്ന വഴിയാണ് പള്ളി. ഇവിടെ കുറേ കടകളും ചായക്കടയും ഐസ്ക്രീം ഷോപ്പൊക്കെ കാണാൻ പറ്റും. വെള്ളം ഫുഡൊക്കെ മേടിക്കാനായിട്ട് കാണാൻ പറ്റും. നമുക്ക് നേരെ ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് പോവാം. ഇത് വാട്ടർ സ്പോർട്സിൻ്റെയും ബോട്ടിങ്ങിൻ്റെ ഒക്കെ പ്ലേസാണ്. കോളം ടു ഗോവ ബീച്ച് 1000 രൂപ പെർ ബോട്ട്. കോളം ടു ലൈറ്റ് ഹൗസ് ബീച്ച് 15 മിനിറ്റ് 1500. കോളം ടു വിഴിഞ്ഞം പോർട്ട് 30 മിനിറ്റ് 3000 പെർ ബോട്ട്. നമുക്ക് നേരെ ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് പോകാം. വാട്ടർ ആക്ടിവിറ്റീസ്, ഇങ്ങനെ കുറച്ചധികം വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. സ്കൂബ ഉണ്ട്, ഈ പാരാഗ്ലൈഡിങ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. സീസണിലാണെങ്കിൽ റേറ്റ് കുറച്ച് കുറവായിരിക്കും, സീസൺ ടൈമിലാണെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അറിയില്ല. ലൈറ്റ് ഹൗസ് എത്തിയിട്ടാണ്. 5 മിനിറ്റ് കൂടെ ഉള്ളു ക്ലോസ് ചെയ്യാൻ. പെട്ടെന്ന് പോയില്ലെങ്കിൽ കേരളം നടക്കില്ല. ഇപ്പം നേരെ അങ്ങോട്ട് പോവാം. ലിഫ്റ്റിനുള്ളിലാണ്, ലിഫ്റ്റ് ഉണ്ട്. മുകളിലോട്ട് പോയിട്ട് കാര്യങ്ങൾ നോക്കാം. ലിഫ്റ്റ് ഇറങ്ങിയ സ്ഥലത്ത് ലിഫ്റ്റ് ഇറങ്ങി മുകളിലോട്ട് നടന്നു പോകണം. കുറച്ച് ദൂരം നടക്കണം, ബാക്കി ലിഫ്റ്റിലാണ്. അത്യാവശ്യം ഗസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. അവരുടെ ഫേസിലോട്ടൊന്നും വയ്ക്കാതെ വീഡിയോ എടുക്കണം. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിനി താഴോട്ട് പോവാം. സ്റ്റെപ്പിറങ്ങി പോണ്ട, ലിഫ്റ്റ് കയറി പോയാൽ മതി. താഴേക്ക് ആളുകളുണ്ട്, അധികം സംസാരിക്കാൻ പറ്റില്ല. നല്ല ചൂടുമുണ്ട് മുകളിൽ, ഫ്ലോറോ ടൈലൊക്കെ.
ലൈറ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ എത്തിയിട്ട് പറയാം. ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കപ്പിൾസൊക്കെ ഇരിക്കുന്നത് കാണാം. ലിഫ്റ്റ് കയറി താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. ഇതാണ് നമുക്കിതിപ്പോൾ എൻട്രൻസ്. ഇതൊരു വാട്ടർ ഫൗണ്ടെയിൻ ആണ്. രാത്രി ലൈറ്റും വാട്ടർ ഫൗണ്ടെയിൻ പരിപാടികളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. 1972 1972 പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസാണ് നമ്മുടെ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. 36 മീറ്റർ 118 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മുകളിൽ ലിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അധികം നടക്കാനൊന്നുമില്ല. പരുന്തുകളൊക്കെ താന്ന് പിറക്കുന്നതൊക്കെ കാണാം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിലെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആദ്യം സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇത് 12:30 ആയപ്പോഴത്തേക്ക് ഓടി വന്ന് കയറി കണ്ടതാണ്. 10 മിനിറ്റ് ടൈമാണ് എനിക്ക് അതിന് മുകളിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. പക്ഷേ കിട്ടിയ സമയം നല്ലതായിരുന്നു. നല്ല കാറ്റൊക്കെ ആയിരുന്നു. താഴോട്ട് കാണുമ്പോഴും ഉള്ള വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നമുക്കപ്പോൾ അടുത്ത് ബാക്കി ബീച്ചുകളൊക്കെ കാണാൻ പോവാം. ഇതിന് മുകളിലാണ് ലൈറ്റ് ഹൗസ്. ഇത് നമ്മൾ ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് വരുന്ന വഴി. ഇവിടെയും അത്യാവശ്യം ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നടന്ന് ഇതാണ് ലൈറ്റ് ഹൗസ് ബീച്ച്. പിന്നെ അപ്പുറത്തെ ഹവ ബീച്ച്. നമുക്ക് നേരെ നടക്കാം. സീസൺ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും ഫോറിനേഴ്സൊക്കെ ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ആരും ഉണ്ടാവാറില്ല പൊതുവെ. സൈഡിലുള്ള കുറേ ഷോപ്പുകളാണ്. ബീച്ച് സൈഡിലോട്ട് ക്യാമറ തിരിക്കാൻ വകുപ്പില്ല. ബീച്ച് സൈഡിൽ ഫുള്ള് ഫോറിനേഴ്സാണ്. അതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ബീച്ചിൻ്റെ വീഡിയോ എടുക്കാം. ഇപ്പം കംപ്ലീറ്റ് ആൾക്കാരാണ്. ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളൊക്കെയാണ് നമ്മുടെ ഈ പോകുന്ന വഴിയിൽ. ബീച്ചിനോട് തൊട്ടടുത്തുള്ള വഴിയാണ്. വഴിയിലൊക്കെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് കട മലയാളികളുടെ വീഡിയോ ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. ഫോറിനേഴ്സിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്ന പോലീസ് വിളിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കും. കണ്ടല്ലേ ഉള്ളൂ, കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു മാമൻ്റെ കടയുണ്ട്. അധികം പ്രൈസൊന്നും ഇല്ലാത്തൊരു മാമൻ്റെ കട. റെസ്റ്റോറൻറ്റുകളിലൊക്കെ അത്യാവശ്യം പൈസയാകും. ഇത് അത്യാവശ്യം പൈസ ആവാത്ത ടൈപ്പ് ഒരു കട. നട്ടുച്ച 1 മണിക്ക് കോഫി, അതും ബീച്ചിൽ വന്നിട്ട് കുടിക്കും. കോഫി കുടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഹവ ബീച്ചിലോട്ട് പോവാം. ഈ സൺബാത്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബെഡ് 50 റുപ്പീസായിരുന്നു. ഇപ്പോൾ 1 അവർ. ഇപ്പോൾ സീസൺ ആയതുകൊണ്ടും ആളുകളുള്ളത് കൊണ്ടും എത്ര രൂപയാണെന്ന് അറിയില്ല. ഇത് ഇച്ചിരി നൈസായിട്ടുള്ളൊരു കോട്ടേജാണ്. ഇങ്ങനെ നടക്കാം. വെയിലുണ്ടെങ്കിലും ഈ കാറ്റടിക്കുന്നതുകൊണ്ട് അധികം ചൂട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രസമാണ് ഇതിൽ നടക്കാനായിട്ട്. ഈ പാത്തിക്കൂടെ ബീച്ച് സൈഡ് നല്ല തിരക്കാണ്, ആളുകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ ടൂറിസ്റ്റ് ആണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മാനിച്ചിട്ട് അവർ എടുത്ത് മാറ്റാനൊക്കെ പറയും.
നമുക്കിപ്പോൾ ഇവിടെയാണ് കുറച്ച് സ്ഥലം ഈ ഗ്യാപ്പ് കണ്ട ആൾക്കാർ ഫോറിനേഴ്സൊന്നും ഇല്ലാത്തതായിട്ട് കണ്ടത്. അവിടെ സർഫിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചുകൂടി അങ്ങോട്ട് നടക്കാം. അവിടെയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ബീച്ച്. അവിടെ ചേട്ടൻ സർഫിംഗ് പഠിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ വീഡിയോയിൽ എടുക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം. കുഞ്ഞ് ലൈറ്റ് ഹൗസ് പോലത്തെ സ്ഥലം കപ്പിൾസിൻ്റെയൊക്കെ ഒരു ഹിഡൻ സ്പോട്ടാണ്. നമ്മൾ ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലതും കണ്ടു പേടിക്കും. ശരി, ഈ കണ്ടലല്ലോ എന്താ പറയുന്നത്, ഒരു ചെടി അതുപോലത്തെ ചെടിയിലേക്ക് മറവുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലുതും കാണാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഹൗവ ബീച്ച്, ഇത് ലൈറ്റ് ഹൗസ് ബീച്ച്. ഇത് ചുറ്റും ഫുൾ വഴിയിലൊക്കെ ബീച്ചിനോട് ചേർന്ന് തന്നെ കുറേ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ ഈ കോവളത്തിൽ. നമുക്ക് ഇതിനുള്ളിലോട്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം. ഇനുണ്ടോ? മുന്നേ ഇതിലേക്കൂടെയൊക്കെ നടക്കാനൊക്കെ വഴിയും ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെടി കൈത വളർന്നിട്ട് അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ ബ്ലോക്കായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇവിടെ കയറാൻ പറ്റും. അവിടെ ഒരു കീരിയും പാമ്പൊക്കെ കാണും. കാട് പോലത്തെ സ്ഥലമാണ്. ഒരു കുഞ്ഞ് ലൈറ്റ് ഹൗസ് പോലത്തെ സംഭവമുണ്ട്. ഇത് ദൂരെ നിന്ന് കാണുമ്പോഴും അടിപൊളിയാണ്. അതുപോലെ ഈ ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ അവിടെ നിന്ന് സൺസെറ്റ് ടൈമിൽ ഈ ലൈറ്റ് ഹൗസ് പോലത്തെ സംഭവത്തിൻ്റെ അവിടെ കൂടെ ലൈറ്റ് അടിക്കുന്നത് കാണാനായിട്ട്, സൂര്യപ്രകാശം അടിക്കുന്നത് കാണാനായിട്ടൊക്കെ നല്ല രസമാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ട് അത്യാവശ്യം ചില്ലായിട്ടുള്ള സ്ഥലമാണ്. കുറച്ചുകൂടി ഇങ്ങനെയാണ് ഐലൻഡ് പോലിരുന്ന സംഭവം. ഇങ്ങനത്തെ ഐലൻഡ് പോലത്തെ പാറകളുള്ളതുകൊണ്ടാണ് കോവളം ബീച്ചിൽ അധികം തിരകളും ഇല്ലാത്തതും ആഴമില്ലാത്തതും. ഇതും അവിടെ സർഫിംഗ് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ നമ്മുടെ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. നല്ല ചൂടുണ്ട്. നമുക്ക് കുറച്ചുകൂടെയൊക്കെ മുകളിലോട്ട് കയറി നോക്കാം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഫുൾ പാറക്കെട്ടുകളൊക്കെയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ യു ഷേപ്പ്. ഈ ബീച്ചും യു ഷേപ്പാണ്. ഇവിടെയുള്ള എല്ലാ ബീച്ചും ഇങ്ങനെ ഒരു യു ഷേപ്പോട് കൂടിയ ബീച്ചായതുകൊണ്ട്, ബീച്ചാവാൻ കാരണം ഇതേപോലുള്ള പാറക്കെട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബീച്ചുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ തിരയും ആഴവും ഒക്കെ കുറവാണ്. നമുക്ക് ഇതിൻ്റെ മുന്നിലോട്ടൊക്കെ കാണാൻ പറ്റും. പാറയുടെ പുറത്ത് കയറുമ്പോൾ സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ പല്ല് ബാക്കി പിന്നെയും പോകും. ഇതിങ്ങനെയൊക്കെ പാറക്കെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ഭംഗി. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. സീസണായിട്ട് തന്നെ ഇതാണ് സീസണിൻ്റെ ഒരു പ്രത്യേകത. ഇല്ലെങ്കിൽ നമ്മൾ വന്ന വഴിയിൽ ഭാഗം വരെയൊക്കെ തിര അടിച്ച് വരുന്നതാണ്. സീസൺ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കാമായിട്ടുള്ള കുഞ്ഞു തിരകളാണ്. കടൽ കാണാനും ഒരു ബ്ലൂ കളറാണ്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് ഹൗവ ബീച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് ഐലൻഡ് പോലത്തെ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഹൗവ ബീച്ചിലോട്ട് പോകാണ്. ഇത് ഹൗവ ബീച്ചും ലൈറ്റ് ഹൗസ് ബീച്ചും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഐലൻഡ് പോലത്തെ സ്ഥലമാണ്. പാറക്കെട്ടാണ്. നമുക്ക് അവിടെ നിന്ന് അടുത്ത് ഹൗവ ബീച്ചിലോട്ട് പോകാം. മുന്നേയൊക്കെ ഹൗവ ബീച്ചാണ് ഭയങ്കര ഭംഗി. ഒരു ഓലയിട്ട ടൈപ്പിലുള്ള ഒരു ഗോവൻ ടച്ച് ചെയ്യുന്ന പോലത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊളിച്ചിട്ട് പാർക്കിംഗ് ആക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുവാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ ഹൗവ ബീച്ചിലോട്ട് പോവാം. ഹൗവ ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഒരു തെങ്ങിൻ്റെ
തണലിരുന്നതാണ്. നമുക്കിവിടെ നേരെ ലൈറ്റ് ഹൗസ് ആണ്. വെയിൽ അന്യായമാണ്. മണി എന്നെ കുറ്റം പറയാൻ പറ്റില്ല. മണി 1:15. അതുകൊണ്ട് തന്നെ വീട് നല്ല കടുപ്പത്തിലുണ്ട്. നോക്കട്ടെ, ഐസ്ക്രീം കുടിച്ചാലോ? വിഷയം ചൂട് മാത്രമല്ല, സൺലൈറ്റ് അടിച്ചിട്ട് കണ്ണ് കാണാൻ വയ്യ. അതാ ഞാൻ സൺഗ്ലാസ് എടുത്ത് വെച്ച്. എന്തായാലും ടാസ്ക്കാണ്, കാണാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയ്ക്കും നല്ല ചൂടാണ്. ഇതോ അവിടെ ആ ഒരു ബ്രോ സർഫ് ചെയ്യാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. കോഫിയിൽ നിൽക്കുന്ന ചൂടല്ല ഇത്. ഒരു പൊടിയുള്ള വട്ടൂടെ വാങ്ങിക്കണം. സ്പീഡ് ബോട്ടിങ് ചെയ്യുന്ന എൻ്റെ ബോട്ടുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇത് മീൻ പിടിക്കുന്ന ബോട്ടാണ്. എൻ്റെ പുറകെ കിടക്കുന്നതൊക്കെ സ്പീഡ് ബോട്ടുകളാണ്. മൺസൂൺ ടൈമിലാണ് വരുന്നതെങ്കിൽ ബീച്ച് കംപ്ലീറ്റ് ഇതേപോലത്തെ കരിമണലായിരിക്കും. കരിമണൽ ഇപ്പോൾ വൈറ്റ് സാൻഡാണ്. ഇതിനിപ്പോൾ മഴ പെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക് സാൻഡാവും. ഒക്കെ ജീവനുണ്ട്, പക്ഷെ അനങ്ങുന്നില്ല. ഹവ ബീച്ച്. ഇവിടുന്ന് അവിടെ ബിൽഡിംഗ് കാണുന്നവരുള്ള ദൂരം ഹവ ബീച്ചാണ്. അതിൽ നമുക്ക് ഇവിടെ ബസ് സ്റ്റോപ്പിലോട്ട് കയറിപ്പോയുള്ള വഴിയും അങ്ങ് ദൂരമുണ്ട്. ഇവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്കൂബ ഡൈവിങ്, പാരാസെയിലിംഗ്, സ്പീഡ് ബോട്ടിങ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ മുന്നത്തെ ഓലയിട്ട റെസ്റ്റോറൻറ്റുകളൊക്കെ അത് ആ ഭാഗത്തായിരുന്നു. ഇപ്പോൾ അവിടെ പാർക്കിംഗ് പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇതുതൊട്ടാണ് റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും ഒക്കെ തുടങ്ങുന്നത്. ഹവ ബീച്ചിൻ്റെ തുടക്കത്തിൽ ഇതാണ് നമ്മുടെ ഹവ ബീച്ച്. നമുക്ക് വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം. അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു വഴിയായിരിക്കും ഇത്. ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു വഴിയാണ്. ബിൽഡിങ്ങൊക്കെ ഇടയിലുള്ള ഗല്ലി കൂടെ പോകുന്ന ഒത്ത വഴി. ഇതിനകത്തും കുറേ റിസോർട്ടും ഷോപ്പും ആയുർവേദിക് മസാജ് സെൻ്ററുമൊക്കെ ഉള്ളൊരു വഴിയാണ്. നമ്മളിതിൽ നടന്നിട്ട് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ചെന്ന് കയറാൻ പറ്റുന്നൊരു വഴി. ഇതേ ഇവിടെ ഷോപ്പുകളൊക്കെയാണ്. ഡ്രസ്സിൻ്റെയും പിന്നെ ആക്സസറീസിൻ്റെയൊക്കെ കടകളാണ്. ഈ വഴിയിൽ അധികം വെയിൽ കുറവുണ്ടാകും.
ഒരു ചെറിയ തണുപ്പൊക്കെയാണ്. പക്ഷേ മറ്റേത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും. പക്ഷേ ഇതിൽ കൂടുതൽ നടക്കാനുണ്ട്. പിന്നെ ഗല്ലികൾ പോലത്തെ വഴിയാണ്. ഒരു റിസോർട്ടിലും ആയുർവേദിക് സെൻ്ററിലൊക്കെ പോകുന്ന വഴി കൂടെയാണിത്. ഇവിടെ ഒരു പണ്ട് കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ഹട്ടായിട്ട്. പക്ഷെ അതിപ്പോൾ പൊളിച്ചിട്ടില്ല, ഓപ്പൺ അല്ല എന്ന് തോന്നുന്നുണ്ട്. അത് എൻ്റെ മുകളിലൊരു ഹട്ട് പോലത്തെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇച്ചിരി കറങ്ങി കാരണം മറ്റേത് നേരെ പോവാം. 10 സ്റ്റെപ്പ് വയ്ക്കാനുള്ളത് ഇതൊരു 30 സ്റ്റെപ്പ് വയ്ക്കണം. പക്ഷേ വെയിൽ കൊള്ളണ്ട, ഇച്ചിരി തണുത്ത ഒരു കാലാവസ്ഥയിൽ കൂടെ നമുക്ക് നടന്നു പോവാം. ഇതേ അവിടെ ഗാന്ധി ഭവൻ്റെ പ്രതിമയിൽ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതേ നമ്മൾ ലൈറ്റ് ഹൗസ് ബീച്ചിൽ അവിടെ തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ കോളം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.